ശക്തി ദൈവം തന്നു എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, ഈ മനസ്സിലായ കാര്യം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ ഉണ്ടായിരുന്ന ആ ചെറിയ ജോലി രാജിവെക്കാനുള്ള രാജിക്കത്ത് അന്ന് രാത്രിയിൽ തന്നെ എഴുതി എന്നുള്ളതാണ്. പല ആളുകൾക്കും ബിസിനസ് മനസ്സിലാകും, കാര്യം മനസ്സിലാകും, മൈ ലൈഫ് സ്റ്റൈലിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ വിജയിച്ച ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പലർക്കും ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് നിലവിലുള്ള ജോലിയെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടി ശക്തമായി ചെയ്യാനോ പല കാരണങ്ങൾ കൊണ്ടും സാധിക്കാറില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് മനസ്സിലായ ആ ദിവസം തന്നെ, ആ രാത്രിയിൽ തന്നെ ഞാൻ എന്റെ ഉണ്ടായിരുന്ന ചെറിയ ജോലി രാജിവെച്ചു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ മാറ്റങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. പിറ്റേ ദിവസം ഞാൻ എന്റെ രാജിക്കത്തുമായിട്ടാണ് ഓഫീസിലേക്ക് ചെന്നത്. ഞാൻ നേരെ ക്യാബിനിൽ ചെന്നിട്ട് MD-യോട് പറഞ്ഞു, ഇതാ എന്റെ രാജിക്കത്ത്. ജഗതി ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു. അപ്പൊ അവർക്കൊന്നും അറിയില്ലായിരുന്നു. അവരെന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ എന്താ കുഴപ്പം, ഇവിടെ എന്തിനാ രാജിവെക്കുന്നത്, നിനക്ക് എന്താ കുഴപ്പം, നീ പോയി ജോലി രാജിയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് പോലും ജോലി ചെയ്യണമെങ്കിൽ ഈ രാജി അംഗീകരിക്കണം, എന്നാലേ ഇന്ന് പോലും ഞാൻ ജോലി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ഒന്ന് പ്രലോഭിപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഞങ്ങളുടെ ജനറൽ മാനേജർ റിട്ടയർ ആകാനായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതാ നോക്കൂ, നമ്മുടെ ജനറൽ മാനേജർ 2 മാസം കഴിഞ്ഞാൽ റിട്ടയർ ആകും. ഇവിടെ നീ ഉൾപ്പെടെ 4 അസിസ്റ്റന്റ് മാനേജർമാരുണ്ട്. അപ്പൊ അവരിൽ ആരെങ്കിലും ഒരാൾ ജനറൽ മാനേജർ ആകാനാണ് സാധ്യത. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ശ്രീജിത്ത് നിനക്കാണ്. അതുകൊണ്ട് നീ ഇപ്പൊ എന്ത് ചെയ്യരുത്, ഇപ്പൊ ജോലിയൊന്നും രാജിവെച്ച് അബദ്ധം കാണിക്കരുത് എന്ന് എന്നെ ഉപദേശിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് നല്ല ഒരു തക്ക് ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്, അതിന് സർ ഞാൻ ഈ ജോലി മാത്രമല്ല രാജിവെക്കാൻ പോകുന്നത്. അദ്ദേഹം അത്ഭുതത്തോടുകൂടി എന്നെ നോക്കി. പിന്നെയോ? ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഈ ശ്രീജിത്ത് ഇനി ജോലിയേ ചെയ്യില്ല എന്നങ്ങ് പ്രഖ്യാപിച്ചു. ഞാൻ മൈ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നത് ജീവിതത്തിൽ ഇനി ശ്രീജിത്ത് ജോലി ചെയ്യില്ല എന്ന പ്രതിജ്ഞ എടുത്തിട്ടാണ് ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ ഒരു കരിയറായി തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ ശ്രീജിത്ത് മൈ ലൈഫ് സ്റ്റൈലിലൂടെയുള്ള വരുമാനമല്ലാതെ മറ്റൊരു ജോലിയും മറ്റൊരു വരുമാനവും കൈകൊണ്ട് വാങ്ങിച്ചിട്ടില്ല എന്ന അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ മൈ ലൈഫ് സ്റ്റൈലിലേക്ക് സാധാരണ ആളുകൾ പറയാറുണ്ട് മൈ ലൈഫ് സ്റ്റൈൽ തുടങ്ങി അല്ലെങ്കിൽ അത് മൈ ലൈഫ് സ്റ്റൈലിലോട്ട് ഇറങ്ങി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ മൈ ലൈഫ് സ്റ്റൈലിലേക്ക് നേരെ ഊളിയിടുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. സത്യത്തിൽ അത് എനിക്ക് വലിയ സംഭവങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്റെ ലീഡേഴ്സ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിൽ നിന്ന് തുടക്കത്തിൽ വരുമാനം കിട്ടണമെങ്കിൽ 2 ഓർഗനൈസേഷനെങ്കിലും വേണം. അങ്ങനെ 2 ഓർഗനൈസേഷൻ പോകുമ്പോൾ നമുക്ക് വരുമാനം കിട്ടും എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ അതിൽ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകാനുള്ള ഒരാൾ എന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നോടൊപ്പം 8ാം ക്ലാസ് മുതൽ പഠിച്ചയാൾ, പേര് ഷൈജു എന്നാണ്. അവൻ പറഞ്ഞാൽ എന്തും ഞാൻ കേൾക്കും, ഞാൻ പറഞ്ഞാൽ എന്തും അവൻ കേൾക്കും. അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഷൈജു ആണെങ്കിൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഫാമിലി പ്ലാസ്റ്റിക്സിന്റെ ഏരിയ സെയിൽസ് മാനേജറാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ അവനാണ് നോക്കുന്നത്. ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് പരിചയങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു അവൻ എന്റെ ഒരു സൈഡ് കൊണ്ടുപോകുന്ന. ഞാൻ ധൈര്യത്തിൽ ഷൈജുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഷൈജു നമ്മളിനി ജോലിക്കൊന്നും പോടാ, നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഷൈജുവിനോട് തിരിച്ചു ചോദിച്ചത്, നിനക്കെന്താ ലോട്ടറി അടിച്ചോ? ഞാൻ പറഞ്ഞു, ലോട്ടറിയേക്കാൾ വലുതടിച്ചിരിക്കുകയാണ്, നീ കാര്യം പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാര്യം നേരിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്റെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ ഷൈജുവിന്റെ വീട്ടിലേക്ക്. പക്ഷെ അവൻ ഇപ്പോ ജോലി സംബന്ധമായിട്ട് കാസർഗോഡാണുള്ളത്. അവൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു ശനിയാഴ്ച വൈകുന്നേരം അവൻ കാസർഗോഡ് നിന്ന് നേരെ തലശ്ശേരിയിലോട്ട് വന്നു, ട്രെയിനിൽ വരുന്നു. അപ്പൊ അവന്റെ വീട്ടിലേക്ക് പോകാനേ ഉള്ളൂ. പക്ഷെ എനിക്ക് ആവേശം കൊണ്ട് അത് പറ്റുമായിരുന്നില്ല. ഞാൻ 30 കിലോമീറ്റർ ദൂരമുള്ള തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പോയി